കാര്യം എന്താണ്? ഉംറക്ക് 25,000 റുപ്യാണ്. നാട്ടിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ സക്കാത്ത് കൊടുക്കണം. ലാഭം ഉംറയാണ്. എല്ലാം അങ്ങോട്ട് പോവാണ്. എല്ലാരും അങ്ങോട്ട് പോവാണ്. റമദാനൊന്നും പുറലെടുക്കാൻ പറ്റില്ല. ആജാതി പിരിവാണ്. പക്ഷെ പിരിവാരെ പേടിച്ചിട്ട് അപ്പം ഉംറക്ക് ഇപ്പൊ പിരിവാര് പുതിയ വളവ് കൊടുത്തു. ഓല് ടിക്കറ്റ് എടുത്ത് ഓല് ഉംറക്ക് പോവാണ്. നാം ഹറമിന്റെ മുമ്പ് നുണ പറയില്ല, റെസിറ്റ് എഴുതിക്കാണ്. ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നില്ലേ? റമദാൻ എല്ലാ റമദാനും മക്കത്ത് വന്നിരുന്നു. യൂസഫ് അൽ കർലാബിയുടെ നിരവധി ഫത്വകളോട് വിയോജിപ്പുണ്ട് എനിക്ക്. പക്ഷെ കർലാബി പറഞ്ഞു, അനിസ്ലാമികമാണ് നിങ്ങൾ ഈ കൊല്ലം പോയിട്ട് കാണിക്കുന്ന ഈ പരാക്രമം. അയൽപക്കത്ത് കഷ്ടപ്പെടുന്നവനുണ്ടാവുമ്പോ, ബുദ്ധിമുട്ടുന്നവനുണ്ടാവുമ്പോ ഈ ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഹജ്ജിന് പോവുക. ഒരു ദിവസം രാവിലെ പത്രം എടുത്തു നോക്കുമ്പോ ഒരാള് ഹജ്ജിന് പോവുകയാണ്. ഞാൻ വിചാരിച്ചു, ഇഞ്ഞങ്ങ് പോയിക്കോട്ടെ, ഇന്നോട് എന്തിനാ പറയണ്ടേ? ഹജ്ജിന് ഞാൻ ചോദിച്ചു, ഇതിനു മാത്രം വലിയ പാപം ചെയ്തോന് പത്രത്തിന്റെ ഫ്രണ്ട് പേജ് പരസ്യം കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വലിയ പാപം എന്തെങ്കിലും ചെയ്തത്? ഞാൻ അറിയാണ്ട് ചോദിക്കാണ്. ഹജ്ജിന് പോകുന്ന അയൽപക്കത്തിനോട് പറഞ്ഞാൽ പോരെ? അവന് സാമ്പത്തിക ഇടപാടുള്ളവനെ മറന്നു പോയിട്ടുണ്ടെങ്കിലോ അള്ളാനോട് പോയി പറയാന്നല്ലാണ്ട് നമ്മളോട് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അവരോട് പോയി പറയാന്നല്ലാതെ എന്തിനാ ഈ പരസ്യം ഫേസ്ബുക്കിൽ കൊടുക്കുന്നത്? എന്തിനാണ് ട്വിറ്ററിൽ കൊടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പത്രങ്ങളിൽ കൊടുക്കുന്നത്? എന്തിനാ ടിവിയിൽ കൊടുക്കുന്നത്? ഹജ്ജിന് പോകുമ്പോ വലിയ പന്തല്, കല്യാണത്തെക്കാൾ വലിയ ആഘോഷം അല്ലേ? കല്യാണത്തെക്കാൾ വലിയ ആഘോഷം, വലിയ പരിപാടി, ആളുകള് ഭക്ഷണത്തിന് വരിക, കല്യാണത്തിന് വരുന്ന തലേദിവസം രാത്രിയൊക്കെ ഇരുന്ന് ഹജ്ജിന് പോക്കിന്റെ വക തിന്ന് നടക്കാൻ വയ്യാത്ത കോലത്തിലാണ്. മര്യാദ ഒരു ഉംറ പോലും നിർവഹിക്കാനാവാത്ത സകല കൊളസ്ട്രോൾ അടിച്ചു കെട്ടിയിട്ട് അങ്ങോട്ട് പോവാ. ഹജ്ജ് തക്കാരം ഭയങ്കര സംഭവമല്ലേ? ഉള്ള കൊളസ്ട്രോൾ അടിച്ചിട്ട് അങ്ങോട്ട് പോകും. നടക്കാൻ വയ്യാത്ത കോലത്തിലാണ്. അതിന് പുറമെ നാട്ടുകാർക്ക് വേറെ കൊളസ്ട്രോൾ ഉണ്ട് വക തലേ ദിവസം വേറെ സംഭാവന. എന്തൊരു കഷ്ടമാണ് സഹോദരന്മാരെ. എല്ലാം ദൂർത്താണ്. ഒന്നും അറിയില്ല നമുക്ക് ലളിതമായിട്ട് ചെയ്യാൻ. ഒന്നും അറിയില്ല. ഗൾഫ്, ഞാൻ പലപ്പോഴും ഗൾഫിൽ പോകുമ്പോ ഞാൻ പലപ്പോഴും പല പരിപാടിയും പങ്കെടുക്കുമ്പോൾ പറയാറുണ്ട്. ഗൾഫിൽ പോയാൽ അവിടുന്ന് പിന്നെ വെളിങ്ങനെ വർത്താനം പറയില്ല. കാരണം വെച്ചാൽ നമ്മളെ പാസ്പോർട്ടും ടിക്കറ്റ് പോലെ കയ്യിലായിരിക്കും. അവിടെ ഓരോ സോപ്പിട്ട് ഇങ്ങനെ പോരാന്നല്ലാതെ നടക്കാനുണ്ടാവില്ല. ടിക്കറ്റിന്റെ പൈസ ഇല്ല. ആ സമയത്ത് ഇവിടുന്നാണ് ഞാൻ ഈ ഗൾഫിൽ ചെന്ന ഒരു പരിപാടി ഉണ്ട്. അവർക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയും. സത്യത്തിൽ ഗൾഫ് നാട്ടിൽ വലിയ ഐശ്വര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഗൾഫ് രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുകളെ കുറിച്ച്, അതിന്റെ ദോഷങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിക്കണ്ട. അതും വേണ്ട ആലോചിക്കുക. അതും ആലോചിക്കണ്ട. നമ്മുടെ നാട്ടിൽ ഈ അയക്കോറക്കൊക്കെ ഈ ജാതി വില വന്നത് എപ്പോഴാണ്? ഈ സാധനങ്ങൾക്കൊക്കെ ഇത്ര വലിയ വില വന്നപ്പോഴാണ്? എനിക്കൊക്കെ എന്റെ മണ്ഡലത്തിലുണ്ട് ചിലപ്പോ ഗൾഫിൽ നിന്ന് രാത്രി 12 മണിക്ക് എന്നോട് പറയും, അല്ല എന്റെ മോനെ പോലീസ് പിടിച്ചു. ഞാൻ പറഞ്ഞു, പോലീസ് പിടിച്ചു? എന്താ സംഭവം? അല്ല ഒന്നുമില്ലപ്പാ, ഓൻ മോട്ടോർ സൈക്കിളായിട്ട് പോയിരുന്നു. ഞാൻ പറഞ്ഞു, മോട്ടോർ സൈക്കിളായിട്ട് പോയാൽ പോലീസ് പിടിക്കുമോ? അല്ല അതല്ല, അതിനകത്ത് ലൈസൻസ് ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, ലൈസൻസ് വേണ്ടേ? അതിനൊരു വയസ്സായിട്ടില്ലല്ലോ. ഞാനെന്തോ ഒരു തെറ്റ് ചെയ്ത മാതിരിയാണ്. നിങ്ങൾ എന്താ എം എൽ എ പറഞ്ഞു? ഒരു വയസ്സാവണ്ടേ? 18 വയസ്സായ ലൈസൻസ് കിട്ടുള്ളൂ. അതെന്തോ കുഴപ്പം. ഞാൻ ചോദിക്കണേ, 18 വയസ്സായ ലൈസൻസ് ഇല്ല എന്നുള്ള മിനിമം സെൻസ് ബൈക്ക് വാങ്ങി കൊടുക്കണ വാപ്പാർക്ക് അറിയോ? പഠിക്കണ്ടേ വാപ്പാര്? ഞാൻ ചോദിക്കണത് ലൈസൻസ് മാത്രം എന്താണ്? നിങ്ങൾ SSLC ജയിക്കുന്ന കുട്ടിയോട് പറയാണ്, നീ ജയിച്ചാൽ നിനക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാം. വാപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ട്. പക്ഷെ നാട്ടിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ 18 വയസ്സാവണം. വാപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടായാൽ മാത്രം പോരാ. നേരെ ബൈക്ക് വാങ്ങി കൊടുക്കും. എന്നിട്ട് ബൈക്ക് വാങ്ങി കൊടുത്തിട്ട് നേരെ MLA നോടാണ്. MLA എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറെ രസമാണ്. ഞങ്ങളുടെ പേര് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. ഞാൻ എന്റെ വണ്ടിന്റെ മുമ്പിൽ MLA എഴുതിയിട്ടില്ല. ഞാൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. ആർക്കെയും തിരിയട്ടെ വെച്ചിട്ടാണ്. നിയമ നിർമ്മാണ സഭ എന്നാണ്. എന്നിട്ട് നമ്മളോട് വിളിച്ചിട്ട് പറയാണ്, ഓ നിയമം ലംഘിച്ച് ഓനെ രക്ഷപ്പെടുത്തണം. നിയമം ബ്രേക്കലല്ല MLA പണി, നിയമം നിർമ്മിക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നേരെ വിളിച്ച്, നിങ്ങൾ എന്തൊരു MLA അത് എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭയെ പോയാൽ നമ്മളോട് വിളിക്കണ്ടേ, 18 വയസ്സായിട്ട് എന്റെ മോനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് വിടാൻ പറ്റുമെന്നാണ്. ഗൾഫിൽ നിന്ന് അങ്ങനെ കുറെ ആളുകൾ കുട്ടികൾക്ക് പണം കൊടുത്ത് അതിന്റെ പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പോ കുറച്ചാളുകൾ ഇപ്പോ ഒരു പ്രസംഗ പരമ്പരയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. വമ്പിച്ച പ്രസംഗ പരിപാടിയാണ്, വലിയ ആഘോഷ പരിപാടികളാണ്. ആ വരുമ്പോ പറയുന്നത് എന്താ വെച്ചാല് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പ്രസംഗിക്കുമ്പോൾ കിട്ടണമെന്നാണ്. ആളുകൾ എങ്ങനെ പറഞ്ഞ് പിരികിട്ട് നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇങ്ങനെ ഉള്ള കമ്മലും സാധനമൊക്കെ അയച്ചു കൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ നമുക്ക് സക്കാത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ കൃത്യമായിട്ട് എന്റെ സക്കാത്ത് കൊടുക്കാൻ നോക്കിയാൽ ഞാനിങ്ങനെ സക്കാത്തൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കേവിന്റെ പ്രസംഗം കേൾക്കാൻ വരികയാണ്. കേവി ഇങ്ങനെ പറയണെങ്കിൽ നരകണ്ട് ഭയങ്കരമാണ്, സ്വപ്രശ്നമാണ്. അപ്പൊ ഞാൻ പറയാം, അതെ അതൊക്കെ ഉണ്ട്, കുഴപ്പമാണ്. അല്ല നിങ്ങൾ സ്വത്ത് ഇങ്ങനെ വെച്ച് കൂട്ടിയല്ലോ. അപ്പൊ ഞാൻ മനസ്സിൽ പറയാം, അതെ വെച്ച് കൂട്ടിയാൽ നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല. കേവി എത്ര നമ്മൾ സക്കാത്ത് കൊടുത്തല്ലേ? സക്കാത്ത് കൊടുക്കാത്ത പെണ്ണുങ്ങൾക്ക് ബേജാറുള്ളൂ. അപ്പൊ പതുക്കെ തയ്ക്കൂ. സത്യത്തില് അള്ള പറഞ്ഞിട്ട് കേൾക്കാത്തത് നമ്മൾ മൊയ്യാർ പറഞ്ഞിട്ട് കേൾക്കുകയാണ്. അതതിന്റെ ഒരു ചുരുക്കം. അള്ളാഹു നേരെ ചൊവ്വെ വളരെ വൃത്തിയിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കേൾക്കാത്തത് മൊയ്യാർ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ചിറ്റയിക്കാണ്, കമ്മലയിക്കാണ്. ഇതുകൊണ്ട് എന്താണ്? ദുനിയാവും കിട്ടൂല, ആഹ്റവും കിട്ടൂല. അപ്പൊ ആ പൊന്ന് പോയത് തന്നെയാണ്.
സക്കാത്തിന്റെ കണക്ക് കൂട്ടി കൊടുക്കാതെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ പറഞ്ഞ് വേടിപ്പിക്കുമ്പോ ഇത് ഊരി കൊടുത്താൽ കണക്ക് പെടുവോ? അങ്ങനെ കൊടുത്താൽ പെടുവോ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിലാണ് നമുക്ക് ഇഷ്ടം. നേരെ ചൊവ്വ കാര്യങ്ങൾ പറയുന്നതിലല്ല, ഋജുവായ മാർഗ്ഗം സിറാത്തുൽ മുസ്തഖീമിലല്ല. നമുക്കിഷ്ടം എന്താണ്? വളഞ്ഞ വഴിയിൽ. മതമാണെങ്കിലും വളഞ്ഞ വഴിയിൽ, നേരാണെങ്കിലും വളഞ്ഞ വഴിയിൽ. നേര് തന്നെയാണ്, വളഞ്ഞ വഴിയിൽ. സത്യമാണെങ്കിലും വളഞ്ഞ വഴിയിൽ. അങ്ങനെ പോകാനുള്ള ശീലം എന്താണ്? എല്ലാത്തരം, ഞാൻ നേരത്തെ പറഞ്ഞു ധൂർത്തുകളെ കുറിച്ച്. നിങ്ങൾ കല്യാണത്തിന്റെ മാത്രമല്ല, ധൂർത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോ ഇപ്പോ വിശുദ്ധ റമദാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്. നൗഷാദ് ഖാനൊക്കെ കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയാലും ഒരു കൈകാര്യം ചെയ്യുന്നുള്ള പേടിയുണ്ട്, അധികം ഞാൻ പറയലില്ല. കാര്യം എന്താ വെച്ചാൽ എന്തൊരു ധൂർത്താണ് സഹോദരന്മാർ ഈ റമദാൻ മാസം എന്നൊക്കെ പറഞ്ഞാൽ. എത്ര നല്ല ഒരു ഞാതാ പറഞ്ഞ ഇസ്ലാമിലെ തീരുമാനങ്ങൾ സ്വർഗമെന്ന് പറയുന്ന ആത്മീയ നിർവൃതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ ഭൗതികമായ ആനന്ദത്തിന് കൂടിയുള്ളതാണ്. അതിലൊന്നാണ് നമ്മളുടെ നോമ്പെന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് നമ്മളുടെ ഒരു വർഷത്തിൽ നമ്മളുടെ ശരീരത്തെ പോലും ക്രമീകരിക്കാവുന്ന ഒരു ഭൗതികമായ ഇടപെടൽ. എത്ര മനോഹരമാണ് റമദാന്. ഞാന് 4 വർഷമായി, ഇപ്പോ 4 തവണയായി ഞാൻ MLA ആയതിനു ശേഷം കണ്ണൂരിൽ നോമ്പുറക്കാൻ പോയി. ഒരു ദിവസം നൗഷാദ് ഖാനാണ് നോമ്പുറക്കാൻ പോയിരുന്നു, വേറൊരു എന്റെ സുഹൃത്ത് അനീഫക്കാന്റെ നൗഷാദ് ഖാനും കൂടെ 2 or 3 വീട്ടിൽ ഞാൻ നോമ്പുറക്കാൻ പോയിട്ടുണ്ട്. കണ്ണൂർക്കാര് ഭയങ്കര സൽക്കാരപ്രിയരാണ്, ഭയങ്കര സൽക്കാരപ്രിയരാണ്. അവര് വിളിക്കാഞ്ഞിട്ടല്ല, ദിവസവും വിളിക്കും, പരിപാടിക്ക് വിളിച്ചോണ്ടിരിക്കും. ഞാൻ നോമ്പുറക്കാൻ പോയില്ല. ഞാൻ എന്താ വെച്ചാൽ എങ്ങനെങ്കിലും പതുക്കൊക്കെ അവിടുന്ന് ഊരി ഫ്ളാറ്റിൽ പോയി അല്ലെങ്കിൽ എന്റെ റൂമിൽ പോയിട്ട് അവിടുന്ന് ഓട്സ് കലക്കി കുടിക്കലാണ്. കഴിഞ്ഞ റമദാനിന് മുഴുവൻ ഞാൻ നിയമസഭയിലായിരുന്നു. ഏകദേശം 20 വരെ നിയമസഭ ഉണ്ടായിരുന്നു കഴിഞ്ഞ റമദാൻ. അവിടെ എന്റെ റൂമിന്റെ തൊട്ടടുത്ത് റൂമിലാണ് നമ്മളെ പ്രതാപൻ MLA. നിങ്ങൾക്കറിയാം, പ്രതാപൻ MLA ഒരുപാട് കാലമായിട്ട് നോമ്പ് വെക്കും. നോമ്പ് കൃത്യമായിട്ട് എടുക്കും. അദ്ദേഹത്തിന്റെ മകനും നോമ്പെടുക്കും, അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ നോമ്പെടുക്കും. ആ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പിച്ച നോമ്പാണ്. സുബൈക്കൊക്കെ വാങ്ക് കൊടുത്താൽ അപ്പം മൂപ്പര് ഭക്ഷണം നിർത്തും. മഗ്‌രിബിന് വാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കാരക്കാൻ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് എന്നെ വിളിച്ചു, അല്ല ഷാജി വാങ്ക് കൊടുത്തോ? ഞാൻ പറയും കൊടുക്കുമ്പോൾ പറയാങ്ങായി, എനിക്ക് നോമ്പുണ്ട്, ഞാൻ പറയാം. അത്ര ഭയങ്കര തിരക്കാണ് നോമ്പിന്, ഭയങ്കര. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല പ്രതാപ്, എന്നാ പിന്നെ നമുക്കൊന്നിച്ച് മഗ്‌രിബ് കൂടി നിൽക്കരിച്ചൂടെ? അപ്പൊ പ്രതാപൻ പറഞ്ഞു, അതിനില്ല ഷാജി, കാരണം ഞാനിത് ഇന്റെ ഈ ദുനിയാവിലെ ആരോഗ്യത്തിന്റെ പ്രശ്നത്തിൽ നോക്കുകയാണ്, ആഹൃത്തുക്കളെ നോക്കുമെന്നല്ല. ഞാൻ നോക്കുമ്പോ പ്രതാപന് ദുനിയാവുണ്ട്. നമ്മളെ സ്ഥിതി എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ജാതി ഭക്ഷണം കഴിക്കലാണ് ഒരു റമദാൻ മാസം. നമ്മള് സത്യത്തിൽ നോമ്പ് അങ്ങോട്ട് അർമാദിച്ചു തീർക്കല്ലേ. ഈ നോമ്പ് എന്ന് പറയാം സമൂഹ നോമ്പ്, സമൂഹത്തിൽ ഉണ്ടാക്കാനാണെന്നാണ് പലരും പറയുന്നത്. എന്ത് ഉണ്ടാക്കാനാണ്? ഞാൻ അറിയാൻ ചോദിക്കുക, അവനാന്റെ വീട്ടിൽ കുത്തുന്ന ഭാര്യന്റെയും കുട്ടികളെയും അല്ലെങ്കിൽ കുടുംബക്കാരുടെയും ഒക്കെ കൂടെ ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. നാട്ടിൽ ഈ നോമ്പ് തുറ ആഘോഷങ്ങൾ നമ്മൾ മതസംഘടനകൾ കൂടി തുടങ്ങിയാണ്. സമൂഹത്തിന്റെ ഒരു വലിയ ആനയാണ് ചേന. ഇപ്പൊ അത് വലിയ ദൂർത്തായി.